ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഫാമിലിയായിട്ട് സ്റ്റേക്കേഷൻ പോണത് വരാപ്പുഴയിലുള്ള റിവർ വിസ്പർ വില്ല എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടിയിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഫുള്ളായിട്ടാണ് ബുക്ക് ചെയ്തത്. ബിക്കോസ് നമ്മൾ കുറേ പേരുണ്ട്, നമ്മുടെ ഹോൾ ഫാമിലി ആയിട്ടാണ് വന്നേക്കുന്നത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ, ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി. നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നെ അവിടെ എത്തി വണ്ടിയിൽ നിന്ന് പെട്ടിയൊക്കെ ഇറക്കി നമ്മൾ റൂമിലേക്ക് കൊണ്ടുവയ്ക്കുന്ന സീനാണ് ഈ കാണുന്നത്. കാരണം ഫസ്റ്റ് നമ്മളാണ് എത്തിയത്, അപ്പോൾ വേഗം പോയാൽ നല്ല അടിപൊളി റൂം കിട്ടുമെന്നുള്ള ആ ഒരു രീതിയിൽ അങ്ങ് പോയതാണ്. സോ ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ഇവിടെ ഒരു വിശാലമായ പൂളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ചെന്നപ്പോൾ തന്നെ നല്ലൊരു കിഡിലൻ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെയും കുറേ ഗ്ലാസ് ചോദിച്ച് മേടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പതുക്കെ എല്ലാവരും എത്തി കേട്ടോ. പിന്നെ നമ്മൾ വന്നപ്പോൾ തന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ എല്ലാവരും റൂമൊക്കെ നടന്നിങ്ങനെ നോക്കുമായിരുന്നു, ആരൊക്കെ ഏത് റൂമിൽ കിടക്കണം എന്നുള്ള ഡിസ്കഷനായിരുന്നു. പിന്നെ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ വന്നപ്പോൾ തന്നെ പൂളിൽ ചാടാനുള്ള ആ ഒരു മൈൻഡ് സെറ്റായിരുന്നു കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ആ പൂളിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുമായിരുന്നു. ഞങ്ങൾക്കായാലും പൂള് കണ്ടാൽ ഭയങ്കര ഒരു ക്രേസാണ്. പക്ഷെ നല്ല വെയിലായിരുന്നു ഉച്ച ആയതുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ ഈ ഒരു സ്പേസിലേക്ക് പോയിട്ടോ. ഇത് നമുക്ക് ബോർഡ് ഗെയിംസ് ഒക്കെ കളിക്കാനുള്ള ഒരു സ്പേസ് ആയിരുന്നു. ടേബിൾ ടെന്നീസ് ഉണ്ടായിരുന്നു, ഫൂസ് ബോൾ ഉണ്ടായിരുന്നു, ക്യാരംസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഗെയിംസും TV ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നൈസായിരുന്നു. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഗാർഡൻ ഏരിയ പോലെ ഉണ്ടായിരുന്നു വിത്ത് സ്വിങ്സ് ആൻഡ് ഓൾ ദറ്റ്. അപ്പോൾ പിള്ളേരൊക്കെ അതിൽ ഊഞ്ഞാലാടി കളിക്കായിരുന്നു. ഞങ്ങളും കുറച്ച് നേരം അതിലൂടെ ഒക്കെ നടന്ന് ടൈം സ്പെൻഡ് ചെയ്തു. താങ്ക് യു. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് നേരം ഗെയിംസൊക്കെ കളിച്ചു കേട്ടോ. ഞങ്ങളല്ല, മെയിൻലി ഇവർ ചേട്ടന്മാർ വന്നിട്ട് കുറച്ച് നേരം ഗെയിംസൊക്കെ കളിച്ചു. അങ്ങനെ അവിടെ മൊത്തം ഞങ്ങൾ എന്തൊക്കെയുണ്ട്, ഗെയിംസ് എന്തൊക്കെയുണ്ടെന്നൊക്കെ കുറച്ച് നേരം നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ നമ്മൾ താഴേക്ക് പോയി സ്ഥിരം കത്തിയടിക്കൽ, അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കൽ, അതൊക്കെ തന്നെയായിരുന്നു പിന്നെ കുറച്ച് നേരത്തേക്ക്. അങ്ങനെ പിള്ളേരൊക്കെ പൂൾ റെഡി ആയിട്ട് താഴേക്ക് ഇറങ്ങി വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ റെഡി ആവാൻ പോയത് കേട്ടോ, ഡ്രസ്സൊക്കെ മാറ്റാൻ പോയത്. So this is our room. This is our villa. That's ours. അവിടെ എൻട്രി നിരോധിച്ചേക്കുന്നു. What do you feel? I feel good. Washroom നോക്കട്ടെ. Wow, that's a very nice washroom. പിന്നെ നമ്മളെല്ലാവരും നേരെ പോയി പൂളിൽ ചാടി. പിന്നെ തിരിച്ച് കയറിയപ്പോൾ രാത്രിയായി. കാരണം പൂളിൽ ഇറങ്ങിയാൽ പിന്നെ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങാനേ തോന്നില്ല. പിന്നെ നമ്മൾ എപ്പോൾ സ്റ്റേക്കേഷൻ പോയാലും പൂളിൽ ഇറങ്ങിയ ഒരു ബോൾ ഗെയിം അത് മസ്റ്റാണ്. Shall we? Yeah, we shall. ഇത് കണ്ട് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട, ഇത് ഓവർ ആക്ടിങ് ഒന്നുമല്ല. എനിക്ക് പൂളിൽ ആദ്യം തുടക്കം ഒരു ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓക്കെ ആവും. കണ്ടില്ലേ, ഇപ്പം ഞാൻ ചില്ലായിട്ട് പൂളിയൊക്കെ ഇങ്ങനെ നീന്തി നടക്കുന്നത്. നീന്തലൊന്നുമില്ല എന്നാലും. അപ്പം ഞങ്ങളുടെ പൂളിൽ ഉള്ള ബോളറിന് കളിയൊന്ന് കണ്ടിട്ട് വരും. back.
ആ വരുന്നത് എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛൻ ഒരു സ്ഥലത്ത് പോയാലും പൂളിൽ ഇറങ്ങില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പൂളിനോട് എന്തോ വിരോധം ഉള്ളതുപോലെയാണ് എൻ്റെ അച്ഛന്. ഇതെന്നെ എന്തിനോ ചീത്ത വിളിച്ചിട്ട് പോണതാണ്. എന്തിനാണെന്ന് എനിക്ക് ഓർമ്മയില്ല. Mommies with the babies. അമ്മ നീന്തോ? ഞാൻ അമ്മയുടെ അടുത്ത് ചുമ്മാ ഒന്ന് നീന്താൻ പറഞ്ഞപ്പോൾ അമ്മ നീന്തുന്നതാണ് ഈ കാണുന്നത്. നമ്മൾ 4 പേര് വന്നപ്പോൾ റീൽ എടുത്തിരുന്നു. അതാട്ടോ ഇവർ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കോഫിയും ടീയും സ്നാക്സും ഒക്കെ വന്നപ്പോൾ പൂളിൽ നിന്ന് ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിട്ടോ. എന്നിട്ട് പിന്നെയും അങ്ങോട്ട് തന്നെ തിരിച്ചിറങ്ങി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവസാനം പൂളിൽ നിന്നൊക്കെ എല്ലാവരും പോയി. ഞാനും അപ്പുവാണ് ഏറ്റവും ലാസ്റ്റ് പൂളിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും കുറച്ച് നേരം ഗെയിംസ് കളിക്കാൻ ഓർത്തിട്ട് മുകളിൽ പോയി കുറച്ച് നേരം അവിടെ ഇരുന്ന് ഗെയിംസൊക്കെ കളിച്ചു. അങ്ങനെ മുകളിലത്തെ ഗെയിം സെക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും താഴത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. എന്തോ സാധനം അമ്മാവൻ എൻ്റെ അടുത്ത് വേണമെന്നായിരിക്കും തോന്നുന്നത്. ഭയങ്കരമായിട്ട് എന്നെ പോലത്തന്നെ. എന്താ അമ്മാവ കിഡ്നി ഒന്നും ചോദിക്കരുത് അമ്മ. ടുട്ടുമായി വീഡിയോ കേട്ടോ. നമ്മളെ വിറ്റ് കാറ്റാക്കാൻ പോവാ. ടുട്ടുമായി നമ്മളെ വിറ്റ് കാറ്റാക്കാത്ത. ടുട്ടുമായി നമ്മളെ വിറ്റ് കാറ്റാക്കാൻ പോവാണേ. എവിടാ? കണ്ടില്ലേ, എന്തായാലും ഇനി ആരും ഗെയിം കളിക്കണം എന്ന് പറഞ്ഞ് വരില്ല. കാരണം അത്രയ്ക്ക് അടിയായിരുന്നു അവിടെ. പിന്നെ നമ്മൾ പതുക്കെ കലാപരിപാടികളിലേക്കൊക്കെ കടന്നു. കറക്റ്റ് എൻഗേജ് അങ്ങനെയൊക്കെ. പിന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി. സോ ഹിയർ ഈസ് ഓൾ വാട്ട് വി ഹാഡ് ഫോർ അവർ ഡിന്നർ. നല്ല കിടിലൻ ഫുഡായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മളുടെ മെയിൻ പരിപാടി എന്താണെന്ന് അറിയാം, കാർഡ്സ് കളിക്കുക. നമ്മൾ കസിൻസ് എപ്പോൾ കൂടിയാലും നമ്മളെല്ലാവരും ഒരുമിച്ച് എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു ഗെയിമാണ് ഈ ഒരു കാർഡ്സ് കളിക്കുക എന്നുള്ളത്. സോ നമ്മളങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കാർഡ്സൊക്കെ കളിച്ചു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ പോയി കിടന്നുറങ്ങിയിട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എല്ലാവർക്കും. സോ ദിസ് ഈസ് നെക്സ്റ്റ് ഡേ മോർണിംഗ്. Good morning. Wow, we have cycle. Okay, bye. ഓടിക്കറിയില്ലെന്നോ. പിന്നെ ഇത് ഞങ്ങൾ കുറച്ച് നടക്കാൻ പോയതാണ് രാവിലെ എണീറ്റത് കൊണ്ട്. അവിടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. പിന്നെ കുറച്ച് നേരം കൂടെ പൂളിലൊക്കെ കാലൊക്കെ ഇട്ടിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി. സോ നമ്മുടെ ചെക്ക് ഔട്ടിന് വേണ്ടി ടൈം ആയിരുന്നു കേട്ടോ. Yeah. So yeah, that's a wrap. Hope you all enjoyed this cute little video. So see you on my next vlog. Bye bye.